പ്രത്യേകിച്ച് നമ്മൾ ഔട്ട്ഡോറിനൊക്കെ ഷൂട്ട് പോകുന്ന സമയത്ത് പവറാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മുടെ LCD ഇതുപോലത്തെ LCDകളൊക്കെ നമ്മൾ ഔട്ട്ഡോറിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മോണിറ്ററും സ്ക്രീനൊക്കെ യൂസ് ചെയ്യും, ലാപ്ടോപ്പ് ഉണ്ടാവും. ഇതിലൊക്കെ പവർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം നമ്മുടെ അടുത്തുള്ള സാധാരണ ഒരു ബാറ്ററി പാക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഡെഡായി പോകും. അപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ നല്ല പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി വേണം. ഇന്ന് നമ്മൾ നോക്കുന്നത് നെവൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ 150 LCD എന്ന് പറഞ്ഞ ഒരു ബാറ്ററിയാണ്. ഇത് ശരിക്കും ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കാണ്, നല്ല പവർഫുള്ളാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഡ്രോണിനൊക്കെ പുറത്ത് പറപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കലിൻ്റെ പിള്ളേരായിട്ടൊക്കെ പോകുന്ന സമയത്ത് ബാറ്ററിയൊക്കെ പെട്ടെന്ന് ചാർജ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ശരിക്കും ഉണ്ടാവും നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റും, പെട്ടെന്ന് പൊട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം നല്ല പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് മുകളിൽ ഒരു LCD വരുന്നുണ്ട്. ഈ LCDയിൽ നമുക്ക് കാണാൻ പറ്റും എത്രമാത്രം പവർ, എത്ര സമയത്തേക്കുള്ള പവർ ഇതിൽ ബാക്കിയുണ്ട്, ഓരോ കണക്ഷനും എത്ര പവർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ചാർജ് ചെയ്യുന്നതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ കറക്റ്റായിട്ട് ഇത്ര പെർസെൻറ്റേജ് എന്നുള്ളത് അതിൽ എഴുതി കാണിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ബാറ്ററി ചാർജ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ. ഇത് ശരിക്കും 10500 mAh ബാറ്ററിയാണ്. പക്ഷേ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 155 watts/h ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരും. 14.4 വോൾട്ട് വരെ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ആദ്യം നമുക്ക് ആവശ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, 2 ഔട്ട്പുട്ട് നമുക്ക് DTAP വരുന്നുണ്ട്. DTAP ഔട്ട്പുട്ട് കണ്ടോ. ഇതിൽ നമുക്ക് DTAPന് പറ്റിയിട്ടുള്ള രീതിയിൽ അപ്പോൾ ഇതുപോലത്തെ മോണിറ്ററൊക്കെ നമുക്ക് DTAP ആയിരിക്കും നല്ലത്. അപ്പോൾ മോണിറ്റർ DTAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇതുപോലുള്ള സാധനങ്ങളാണ് DTAP പ്ലഗ് വരുന്നത്. അപ്പോൾ ഈ DTAP പ്ലഗ് നമ്മൾ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിന് മുകളിൽ നമ്മൾ DTAP പ്ലഗ് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലുള്ള മോണിറ്ററിൽ നമുക്ക് ഈസി ആയിട്ട് പവർ കൊടുക്കാൻ പറ്റും. കാരണം ഇതിനൊക്കെ പവർ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയുള്ള പവർ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് സാധനം കൂടിയാണ് ഈ DTAP. DTAP 2 വരുന്നുണ്ട് കേട്ടോ. 2 DTAP നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാം. അതുപോലെ USB-C വരുന്നുണ്ട്. USB-Cയും ഏകദേശം 3.5 ആംപിയറിൽ നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റില്ല. അതായത് 14.45 വോൾട്ടിൽ നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള C ടൈപ്പ് ഔട്ടും വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. ഈ DTAPൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഔട്ട് വരുന്ന 1, 2, 3 നമുക്ക് ഔട്ട് എടുക്കാനും പറ്റും. അതേ കൂടെ നമുക്ക് ഇന്ന് കൊടുക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. പിന്നെ ഇവിടെ നമുക്ക് ഒരു USB-A വരുന്നുണ്ട്. USB-A എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് USB-A ആണല്ലോ. ഇപ്പോൾ ഒക്കെ USB-C ആയി. അപ്പോൾ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ USB-A ഔട്ട്പുട്ട് നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. USB-A വെച്ച് നമുക്ക് അങ്ങോട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. ബാക്കി ടൈപ്പ് C, DTAP ഒക്കെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ. അപ്പോൾ ഈ മോണിറ്ററിലൊക്കെ കറണ്ട് വന്നു, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ മാത്രമല്ല ഇതുപോലെ മോണിറ്ററുകൾ അതുപോലെ ലൈറ്റുകൾക്കൊക്കെ V-മൗണ്ട് വരുന്നുണ്ട്. ഇത് ശരിക്കും V-മൗണ്ട് ഔട്ട്പുട്ട്, കാരണം ഒരു കണ്ടോ, V ആകൃതിയുള്ള V-മൗണ്ടാണ്. അതിൻ്റെ നോബ്സൊക്കെയാണ് ഇവിടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലുള്ള ഈ സ്ക്രൂ ഊരി മാറ്റിയിട്ട് V-മൗണ്ടിൻ്റെ അഡാപ്റ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V-മൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗോഡോക്സിൻ്റെ ഒക്കെ ഒരുപാട് ലൈറ്റുകൾ വരുന്നുണ്ട്, V-മൗണ്ടുള്ള ഔട്ട്ഡോർ കണ്ടിന്യൂസ് ലൈറ്റുകളും ഫ്ലാഷ് ലൈറ്റുകളൊക്കെ. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് V-മൗണ്ടായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഔട്ട്ഡോറിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഷൂട്ടിന് പോകുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ ഒരു നെവൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ഒരു സാധനം. അപ്പോൾ V-മൗണ്ടായിട്ട് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാം. അതുപോലെ DTAP യൂസ് ചെയ്യാം, USB-A യൂസ് ചെയ്യാം, USB-C യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ USB-C എടുത്തിട്ട് നമുക്ക് ഈ ചാർജ് ചെയ്യുന്ന USB-C ഔട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് USB-C ചാർജിങ്ങുള്ള കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. കാണാം, ചാർജിങ് തുടങ്ങി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള 1, 2, 3, 4 ഔട്ടിൽ ഒരേ സമയം നമുക്ക് ചാർജ് എടുക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഡ്രോൺ ആണെങ്കിൽ നമുക്ക് ഡ്രോണിൻ്റെ ചാർജബിൾ പോർട്ടിലേക്ക് അതിൻ്റെ ഡോക്കിലേക്ക് നമ്മൾ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിലും ചാർജിങ് തുടങ്ങും. അപ്പോൾ ഇതുപോലെ നമുക്ക്, അതായത് നിങ്ങൾ ഔട്ട്ഡോർ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ബാറ്ററി പാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈറ്റ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അതുപോലെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണോ നിങ്ങളടുത്ത് ചാർജ് ചെയ്യാനുള്ളത്, ക്യാമറ ചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്യാമറകൾ കഴിഞ്ഞാൽ ക്യാമറ ചാർജ് ചെയ്യാൻ പറ്റും. ക്യാമറക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചാർജ് കഴിയാതിരിക്കാൻ വേണ്ടി നേരിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്തിട്ട്, സ്റ്റാൻഡിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് ഈ നിവലിൻ്റെ ഈ 150. ഇതിൻ്റെ പേര് വരുന്നത് V-മൗണ്ട് LCD BP 150 എന്നാണ്. അപ്പോൾ നിവലിൻ്റെ ഇത് മാത്രമല്ല കേട്ടോ, ഈ ഒരു ബാറ്ററി മാത്രമല്ല, ഈവൻ നിങ്ങളെ ക്യാമറ ബാറ്ററികൾ, അതായത് ക്യാമറയുടെ ബാറ്ററിയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഒറിജിനലാണെങ്കിൽ ഒരുപാട് പ്രൈസ് വരും. അപ്പോൾ ഇത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒറിജിനലിൻ്റെ അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നിവൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരുപാട് ബാറ്ററിയുടെ അവർ ആ സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. nigida-distributors.com എന്ന് പറഞ്ഞാൽ നികിത ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സൈറ്റ് പോയിട്ട് വാങ്ങാൻ കിട്ടും. അതുപോലെ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. താഴെ ഞാൻ നികിതൻ്റെ ഒക്കെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ
നിങ്ങൾക്കൊരു പവർ എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് ഇതോടുകൂടെ തീരും. കാരണം LCDയിൽ നമുക്ക് കാണാനൊക്കെ പറ്റും, നല്ല സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ലൈറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ലൈറ്റിന് ഒരുപാട് ഓപ്ഷൻസിൽ നമുക്കിതിൽ പവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് 2 ടൈപ്പിൽ ലൈറ്റ് ചെയ്യാൻ പറ്റും. ഈ ലൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നേരെ നമുക്ക് USB-C ആണെങ്കിൽ USB-C കൊടുത്തിട്ട് നമുക്ക് പവർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള സിസ്റ്റമാണ്. കേട്ടോ, നല്ല പവർഫുള്ളായിട്ട് ഫുൾ പവറിൽ ഇത് വർക്ക് ചെയ്യും. കാരണം ഇത് പവറില്ലാത്ത സാധനങ്ങളാണെങ്കിൽ 15% കട്ടാവും. ഇത് ഫുൾ പവറിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പല ടൈപ്പിലുള്ള നമ്മളെ പവറിൻ്റെ ആവശ്യങ്ങൾ, ടാപ്പോ അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള പവറിൻ്റെ ആവശ്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബാറ്ററി പാക്കാണ് നെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബാറ്ററി പാക്ക്. ഇതിൻ്റെ പേര് വരുന്നത് V-mount LCD BP150 എന്നാണ്. പല ടൈപ്പിലുള്ള ബാറ്ററികൾ കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള ബാറ്ററികൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് വാങ്ങാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.